ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ആ ഒരു തടസ്സം എന്താണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു തടസ്സം എന്താണ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജി നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ്, ആ ഒരു രീതിയിലായിരിക്കാം. അപ്പോൾ കംപ്ലീറ്റ്ലി എൻഡ് ആയ പോലത്തെ ഒരു അവസ്ഥയും ഉള്ള ഒത്തിരി ആളുകളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് അങ്ങനെയാണ് കാണുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ പഴയ പോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഈ ഒരു പേഴ്സണായിട്ട് ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു എനർജിയിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് നിങ്ങളോട് സ്നേഹം തോന്നുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് ആ ഒരു പേഴ്സൺ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തുകൊണ്ട് തന്നെയാണ്, ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേസമയം നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാകാം. മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എല്ലാം പഴയതുപോലെ ആ ഒരു രീതിയിൽ പോവാത്തത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം. ഇനി കൂടുതലായിട്ട് ഞാൻ ഇതിനകത്ത് എനർജി ചിലവാക്കുന്നില്ല, വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എനർജി കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. കുറച്ചുകൂടി ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലായിരിക്കാം ഇപ്പോൾ കൂടുതലൊരു ഫോക്കസ് കൊടുക്കുന്നത്. മേ ബി നിങ്ങളുടെ ഒരു കരിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അംബിഷൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മുൻഗണന കൊടുത്ത് പോകുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടേത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും കൂടി ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ചിലപ്പോൾ വന്നു ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ തന്നെ മാനസികമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ വിഷമിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ അങ്ങനെയൊന്നും വയ്യ. കാരണം നിങ്ങൾ ശരിക്കും മടുത്തു. അത്രയേറെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുത്തിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും ഇനി ചെയ്യാനില്ല. കാരണം അത്രയേറെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ ആ ഒരു യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ട് മുന്നോട്ട്, എല്ലാ എനർജീസും യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെൽഫ് ലൈവ് ചെയ്ത് നിങ്ങളെ തന്നെ മനസ്സിലാക്കി ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു തരത്തിൽ മാറാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡിവൈന് വിട്ടുകൊടുത്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഒരു
നിങ്ങളിലേക്ക് ഒന്ന് വന്നു ചേരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു റീകണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തോ ഒരു തടസ്സം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്, പക്ഷെ എന്നിട്ടും മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി അതിപ്പോ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു യാത്ര ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തും എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോലും, ആ ഒരു ടൈമിൽ പോലും നിങ്ങൾ അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, ഒരു സ്റ്റക്നെസ് അത് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റക്നെസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അതാണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിലായിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു 9 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലേഡിയുടെ, അതുപോലെ തന്നെ ആ ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജി, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഒരു ചലഞ്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രണ്ട് വ്യക്തികളും നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അതിന്റെ ഒരു അവസാനം വരുന്ന ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ എനർജി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു സ്ത്രീ തന്നെയാണ് അത് എന്ന് പറയാനായിട്ടും സാധിക്കില്ല. കൂടുതലായിട്ടും ആ ഒരു എനർജി ആയിരിക്കാം എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മളിവിടെ ആ ഒരു എനർജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ജെൻഡർ വൈസ് അല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മളൊരു ലേഡിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ലേഡി ആയിരിക്കാം, നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, ഒരു ലേഡി ആയിരിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് എന്തായാലും ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഫെമിനിൻ എനർജി എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് കംപ്ലീറ്റ്ലി ആ ഒരു വ്യക്തി ഒരു ഫെമിനിയൻ ആണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് പുരുഷനാണ് എന്നിങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷെ എങ്കിലും കൂടുതലും അതിനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു സ്ത്രീ ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഈ ഒരു ആള് വന്നിരിക്കുന്നു, ആ ഒരു ലേഡി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് നമ്മളൊരു തേർഡ് പാർട്ടി റീഡിങ് ഒക്കെ ചെയ്ത സമയത്ത് ഒരു സംഭവം ചെയ്തപ്പോൾ അതിനകത്തും ഒരു ലേഡി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു എനർജി തന്നെയാണ് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അവരുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ അമ്മയോ അല്ലെങ്കിൽ ഒരു എൽഡർ സിസ്റ്ററോ അങ്ങനെ ആരുമാകാനുള്ള ഒരു ചാൻസ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെക്കാളും ഒരു ഏജിന് മൂത്ത ഒരു വ്യക്തി, അതായത് കൂടുതലായിട്ടും അവരുടെ മേൽ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു വ്യക്തി, ഒരു അവരെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് പവറുള്ള ഒരു വ്യക്തി ആകാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ നല്ല അധികാരമുള്ള ഒരു വ്യക്തി ആകാനുള്ള ഒരു ചാൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ എന്ന് പറയാം, ഈ ഒരു നിങ്ങളുടെ നടുക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ ഒരു എനർജി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇമോഷൻസിനേക്കാൾ കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ഗ്രീഡി ടൈപ്പ്, ഒരു അത്യാഗ്രഹമുള്ള വ്യക്തി, ആ ഒരു ടൈപ്പ്, പണം, പദവി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അപ്പം ഇമോഷൻസിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു എനർജി കാണുന്നുണ്ട്. കൂടാതെ അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഡബിൾ ഫാക്ടറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു തടസ്സം, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടർ നിങ്ങളെ തമ്മിൽ അടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ മുന്നിൽ തടസ്സം നിൽക്കുകയാണ്, നിങ്ങൾക്കിടയിൽ കയറി നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാർഡുകളിലേക്ക് വീണ്ടും നോക്കുമ്പോൾ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ നോക്കി മതിയായി ഒരുപാട് ഇതിനകത്ത് നിന്ന് സഫർ ചെയ്ത് മടുത്തു. അപ്പൊ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്, നിങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു തടസ്സം
ആ ഒരു എനർജി. അപ്പോൾ അതാണ് നിങ്ങളെ തടഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായി നിൽക്കുക എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി കൊടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അവിടെ നമുക്കൊരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളും കൂടി ഒരു സപ്പോർട്ട് ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സണെ നിങ്ങൾ എന്ന് അകറ്റിക്കളയുക അല്ലെങ്കിൽ അകറ്റി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് നല്ല ഇഷ്ടവും താല്പര്യവും, നിങ്ങളുടെ പേഴ്സൺ നല്ല താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നിട്ടും വരാനായിട്ട് സമ്മതിക്കാതെ അവർ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി നിൽക്കുകയാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ അത്തരത്തിലുള്ള എനർജി കാണുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം ചിലപ്പോൾ അവിടെ നടക്കുന്നത്, മറ്റേതെങ്കിലും കാര്യങ്ങളിലായിരിക്കാം അവരെ പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി നിർത്തുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവരവിടെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പണ്ടൊക്കെ ഒരു ഓപ്പൺ ആയിട്ട് നല്ല ജോയിൻ ചെയ്ത് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ പോകേണ്ടിയിരുന്ന വ്യക്തികളാണ് നിങ്ങൾ തമ്മിൽ. അപ്പൊ നിങ്ങളായിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലൊന്നും ഇതിനകത്ത് സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമായിരിക്കണം എന്നില്ല അവർക്ക് സപ്പോർട്ടായിട്ട് വേണമെങ്കിൽ മറ്റുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ പുറമേ നിൽക്കുന്ന ആളുകളോ ഒക്കെ ആ ഒരു പേഴ്സൻ്റെ ഒപ്പം ഉണ്ടായിരിക്കാം, കൂടുതലൊരു സപ്പോർട്ട് ആ പേഴ്സണ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കലും ആ ഒരു പേഴ്സൺ ഈ ഒരു തടസ്സം കണ്ടിട്ട് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നില്ല അവർ, ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവർ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ കാര്യമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെ നമുക്കിവിടെ അവരുടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെ ഇത് അതിജീവിച്ച് മുന്നിലേക്ക് വരാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇപ്പോൾ കൂടുതൽ ആക്ഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വരും പോലെ വരട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ ഇതിനകത്തേക്ക് നിങ്ങളുടെ എനർജി ചെലവാക്കുന്നില്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റെസ്റ്റിലാണ്. നിങ്ങൾ യൂണിവേഴ്സിന് എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു ഊഴം കഴിഞ്ഞു, ഇനി വരട്ടെ, അത് സ്വീകരിക്കാം എന്ന രീതിയിൽ. പക്ഷെ അവരിവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിനെ കുറിച്ച് മുൻപ് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുകയും ആ ഒരു പേഴ്സൺ റെസ്റ്റിലുമായിരുന്നിരിക്കാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിവിടെ വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങളിവിടെ ശരിക്കും റെസ്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ വരട്ടെ അത് പ്രതീക്ഷിച്ചിങ്ങനെ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സൺ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ട് ഇന്നോ ഇന്നലെയോ ആയിരിക്കില്ല, ഒരുപാട് നാളുകളായിട്ടുണ്ടാകാം. ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകാം ഇതുപോലെയുള്ള ഒരു സ്റ്റക്നെസ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് രണ്ടുപേർക്കും പരസ്പരം പഴയതുപോലെ ആകാൻ കഴിയാതെ ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാകാം. കാരണം ഒരുപാട് ഒരു സമയം ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലാതെ ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒന്നുമല്ല, ഒരുപാട് കാലാവധി, നമുക്ക് ഈ ഒരു നീണ്ട കാലാവധി തന്നെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറന്റ് എനർജി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ആ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഓറിയന്റേഷൻ ഒക്കെ കൊടുത്ത് നിങ്ങളുടെ കാര്യത്തിലേക്ക് നിൽക്കുന്നു. ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഏത് വിധേനയും ഒരു റിമൂവ് ആയി പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെയും നമുക്ക് ആ ഒരു കാണാനായിട്ട് ലാസ്റ്റ് വരുന്ന കാർഡുകളൊക്കെ കാണാൻ പറ്റുന്ന അതാണ്, ആ ഒരു ട്രാപ്പ്, ആ ഒരു ഫിയറിൽ നിൽക്കുന്ന അവസ്ഥ ഉള്ള കാർഡുകളാണ്. സ്റ്റക്ക് ചെയ്തിരിക്കുകയാണ് ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു കെട്ട് പൊട്ടിച്ച് അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയേ പറ്റൂ എന്നുള്ളതാണ് അവിടെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുക മാത്രമല്ല, അതിനായിട്ട് അവർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവരെ കൊണ്ട് പറ്റുന്നതുപോലെ എങ്ങനെ ആ ഒരു ബാരിയർ ഒഴിവാക്കും, ആ ഒരു പേഴ്സന്റെ ഇത് മാറ്റിയിട്ട് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു കണ്ടിന്യൂറ്റി എങ്ങനെ കൊണ്ടുവരും എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവരുടെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ആ ഒരു വന്നിരിക്കുന്ന ആ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ടോക്സിക് എനർജിയാണ് എന്നാണ് കാണുന്നത്.
അത് ഈവൻ അവരുടെ ഒരു ഫാമിലിയിൽ നിന്നുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മേ ബി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കാര്യമായിട്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെട്ട് പൊട്ടിച്ചെറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതൊക്കെ പറയുമ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ എല്ലാം ഒരു പവറിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പതിയെ പതിയെ അങ്ങനെ ആയി വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഒരു അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടാകാം, ആ ഒരു ടൈമൊക്കെ മാറിപ്പോയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഏൽക്കുന്നതും അല്ലെങ്കിൽ നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരുന്നതും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല നല്ല കാര്യങ്ങളല്ലാതെ നെഗറ്റീവായ ചിന്തകൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് അതായത് നമ്മുടെ മനസ്സിന് ഒരു സ്ട്രെങ്ത് ഇല്ല, സ്റ്റെബിലിറ്റി ഇല്ല, ഭയങ്കര അലസമായി നിൽക്കുന്ന അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്ന, ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ട്രെങ്ത് ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും ഈ ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു ലൈഫിലേക്ക് കടന്നു വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഫോക്കസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഡിസിഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു, അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു, ആ ഒരു സമയത്ത് ഈ നെഗറ്റിവിറ്റി എല്ലാം തനിയെ പവർ കുറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സമയദോഷവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തൊരു ഘടകമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയദോഷവും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ അത് ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ തന്നെ അത് റിലീസായി പോവുകയും ചെയ്യും. പിന്നെ കൂടാതെ തന്നെ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കുറേ നാളുകൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനവും കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റേഷൻ, പ്രാർത്ഥന, ഇങ്ങനെ അതിൻ്റെ നടുക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു കുറച്ച് ഫെഡപ്പ് ആവും. ആ ഒരു ടൈമിലും ഇതുപോലുള്ള ആ ഒരു നെഗറ്റീവ് എനർജീസ് ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ നല്ലോണം ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവർ ഇതിലേക്ക് വരാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളോടൊപ്പം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് അവർക്ക് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു നെഗറ്റീവ് വൈബ് എല്ലാം പതിയെ റിലീസ് ആവാൻ തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടൊരു നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ സെപ്പറേഷൻ ടൈം ഉണ്ട്, ഒരുപാട് സമയമായിട്ടുണ്ട് ഈ സെപ്പറേഷൻ, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഗ്രാജുവൽ വേ അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ പ്രോഗ്രസ് പോലെ ആയിരിക്കാം ഈ ഒരു കാര്യങ്ങൾ നടക്കുക. പതിയെ ഇങ്ങനെ വന്ന് അതിലൊരു പ്രോഗ്രസ് ഉണ്ടായി അങ്ങനെ ആയിരിക്കും നടന്നിട്ടുണ്ടാകുക. അപ്പോൾ തുടക്കത്തിലെല്ലാം ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളിലോ ഒക്കെ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ കൂടെ നിന്നു. ചില അവസ്ഥകളിൽ അങ്ങനെ നമുക്ക് വരാം. കാരണം നമുക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ പെട്ടു നിൽക്കുന്നു, അപ്പം ഒന്നും ശരിയാകുന്നില്ല, ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഓക്കെ ആകും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്നൊരു അവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിൽ തന്നെ തുടർന്ന് പോകും. പക്ഷെ നമുക്ക് മനസ്സിനുള്ളിൽ നമുക്ക് അതിൽ മാറണം എന്നൊക്കെ നമുക്ക് ഉണ്ടാകും. ഒരു സമയത്ത് നമുക്കൊരു ആക്ഷൻ എടുക്കാനോ ഒന്നും ചിന്തിക്കാനോ ഒന്നും കഴിയാത്ത ചില അവസ്ഥകൾ ഉണ്ടാകും, ഒരു ക്ലാരിറ്റി മനസ്സിനുണ്ടാവില്ല. അപ്പം അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ വന്ന സമയത്ത് അവർ അതിൽ തന്നെ നിന്നിട്ടുണ്ടാകാം. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത തരത്തിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല ആ ഒരു സമയങ്ങളിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് കാർഡുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം ഒരു മജീഷ്യൻ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിലേക്കാണ് അവരിനി ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് വരുമ്പോഴാണ് അവർക്ക് എല്ലാ ഒരു പവറും കാര്യങ്ങളും കിട്ടുക. ഇപ്പോൾ അവർ മറ്റാരുടെയെങ്കിലും ഒരു കൺട്രോളിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ആ വ്യക്തികളിൽ നിന്ന് അവർക്ക് പൂർണ്ണമായിട്ടും വിട്ടുപോരാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു മജീഷ്യൻ എനർജിയിലേക്ക് അവർ മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് വരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കാരണം ആ ഒരു മജീഷ്യൻ സിമ്പിൾ പോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ, ഒരു മാറ്റം, അത്ഭുതകരമായ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മജീഷ്യന്റെ ആ ഒരു കാർഡ് തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പവറിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഓൾറെഡി ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ ആ ഒരു
നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു എയിം വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് ആ വർക്ക് ചെയ്യുന്നത് എന്ത് കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും ആ തടസ്സങ്ങളൊക്കെ മാറ്റി തട്ടിക്കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അനാവശ്യമായിട്ട് കൈയെടുക്കാൻ വരുന്ന വ്യക്തികളെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിനു വേണ്ടി എടുക്കേണ്ട ഒരു തീരുമാനം, ഏത് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാലാണ് അതിൽ വിജയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ ഒരു മജീഷ്യൻ പവറിലേക്ക് വരും. എല്ലാം അവർക്ക് അവരുടെ ഒരു അണ്ടറിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ലാസ്റ്റിലേക്ക് വരുന്ന കാർഡുകൾ നോക്കുകയാണെങ്കിലും ഒരു പെന്റക്കിൾസിന്റെ കാർഡൊക്കെ നമുക്ക് കാണാം. അത് ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചില സെപ്പറേഷൻസ് ഉണ്ടായ ഒരു സമയത്ത് ആദ്യ കാലങ്ങളിലൊക്കെ ആയിരിക്കാം അവർക്കൊരു ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റെബിലിറ്റിയും ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നില്ല. സിറ്റുവേഷനൊക്കെ മാറും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി മാറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പോൾ ഇവർക്ക് അതിനൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ആ ഇടയ്ക്ക് കുറെ സമയങ്ങൾ ഇവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിനെ ഓർത്തിട്ട് ഇവർക്ക് നല്ല രീതിയിൽ നിരാശയുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്, വിശ്വാസമുണ്ട്, അവർക്കൊരു എയിം ഉണ്ട്, നല്ല ലക്ഷ്യമുണ്ട്. അപ്പൊ അത്രയും ഒരു കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു വ്യക്തി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലരും ഒരു നമുക്ക് ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതാണ്. ഡെത്തായി അല്ലെങ്കിൽ എൻഡായി പോയി ഈ റിലേഷൻഷിപ്പ് എന്ന് വിചാരിച്ചതാണ്. അതിന് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നുണ്ട് ആ ഒരു കാർഡ്. അപ്പോൾ ആ ഒരു കാർഡ് പക്ഷെ ഒരു എപ്പോഴും നമുക്കൊരു ഡെത്ത് കാർഡ് വരുമ്പോൾ അവിടെ ഒരു റീബർത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി പോലും നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിച്ചു, ഇനി ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇതിന് അവസാനമായി, ഇനി ഇത് ഈ വഴിക്ക് പോകില്ല എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് എടുത്ത കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം പലരും കരുതിയിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്നവർ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു രീതിയിൽ അവർ ചിന്തിച്ചിരിക്കാം. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും മറ്റൊരു വ്യക്തി കാരണം അല്ലെങ്കിൽ വ്യക്തികൾ കാരണമൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് ഇത്തരത്തിലായി മാറിയിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം. ചിലപ്പോൾ നിങ്ങൾ പോലും ഞാൻ പറഞ്ഞ് ഈ ഒരു സെൽഫ് ലവ് ചെയ്ത് മാറി നിൽക്കുകയാണ്, ഇനി ഇത് എൻഡായി എന്ന രീതിയിൽ, അല്ലെങ്കിൽ വരുന്നത് വരട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടുവരട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹോപ്പ് നിങ്ങളിൽ ചെറിയ രീതിയിൽ പോലും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അറിയുന്ന പലരും വിചാരിച്ചിട്ടുണ്ടാവുക അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായി, ഇനി അതിന് മുന്നോട്ട് ഒരു ചാൻസും ഒരു ഹോപ്പുമില്ല എന്നൊക്കെ കരുതിയിട്ടുണ്ട് എങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കോൺഫിഡൻറ്റ് ആയ ഒരു വ്യക്തിയെ മാറിയിരിക്കുന്നു. ഇതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു കോൺഫിഡൻസ് ആ വ്യക്തിക്കുണ്ട്. അവർ തിരിച്ചു വരും. തിരിച്ചു വരാനായിട്ട് അവർ അതിനുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സ്റ്റെബിലിറ്റി, ക്ലാരിറ്റി എല്ലാം വെച്ചിട്ട് അവർ വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ഒരു ഇഷ്ടത്തിന് ഒരു റീബർത്ത് ഇവിടെ ഉണ്ടായി. ആ ഒരു ഇഷ്ടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുത്താൽ മാത്രമേ അത് എനിക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1984 എന്ന് പറയുന്ന വർഷമാണ്. അതുപോലെ തന്നെ മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിൽ കവളിലും മറുകളിലും വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. 1979 ജൂലൈ മന്ത്. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാൻ ചാൻസ് ഉണ്ട്. 1994 എന്ന് പറയുന്ന വർഷം. വയനാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 24. ബ്ലാക്ക് കളറായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ഈസ് പോസിബിൾ, എന്ത് വിചാരിച്ചാണോ നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. 1990 എന്ന് പറയുന്നത് വർഷം.
ഗെയിമിങ്, അതുപോലെ മ്യൂസിക്കിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാം. നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1985 ടീ ലവർ, ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് നല്ല ക്രേസ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1996 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 35 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നത്. ഫ്ലവേഴ്സിനും ഈ ഒരു റിലേഷൻഷിപ്പിനും നല്ലൊരു ബന്ധമുള്ളതായിട്ട് കാണുന്നു. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന, സെൽഫായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളറ്. നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയാനായിട്ട് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാകാനും ചാൻസ് ഉണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.